നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം വ്യാഴാഴ്ച ജനഹിതം രേഖപ്പെടുത്തും. വോട്ടെടുപ്പ് നടക്കുന്നത് ആഴ്ചകൾ നീണ്ട പ്രചരണ കോലാഹലങ്ങൾക്കൊടുവിൽ നിശബ്ദ പ്രചരണവും പിന്നിട്ട്. വോട്ടെടുപ്പ് നടക്കുന്ന വ്യാഴാഴ്ച സംസ്ഥാനത്ത് ശമ്പളത്തോടുകൂടി അവധി പ്രഖ്യാപിച്ച് ലേബർ കമ്മീഷണർ. ഉത്തരവ് IT, നിർമ്മാണ മേഖല, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ബാധകം. മഞ്ഞോടിക്കടുത്ത് കുട്ടിമക്കുൾ ജംഗ്ഷനിൽ ലോറി ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ലോറി ജംഗ്ഷനിൽ നിന്നും നീക്കിയത് ക്രെയിൻ എത്തിച്ച്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി K. സുധാകരൻ MPയുടെ വിശ്വസ്തനും ന്യൂനപക്ഷ കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റുമായ KR അബ്ദുൽ ഖദർ. K. സുധാകരനെ ഇല്ലാതാക്കാൻ സണ്ണി ജോസഫ് ശ്രമിച്ചെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. കേരളം വ്യാഴാഴ്ച ജനഹിതം രേഖപ്പെടുത്തും. ആഴ്ചകൾ നീണ്ട പ്രചരണ കോലാഹലങ്ങൾക്കൊടുവിൽ നിശബ്ദ പ്രചരണവും പിന്നിട്ടാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. മൂന്ന് മുന്നണികളും പ്രതീക്ഷ പുലർത്തുന്ന വിധിയെഴുത്താണ് വ്യാഴാഴ്ച കേരളത്തിൽ നടക്കുന്നത്. 110 സീറ്റിൽ ജയിക്കാൻ കഴിയുമെന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തിയ ശേഷമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ LDF കളത്തിലിറങ്ങിയത്. 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തായതിന്റെ ക്ഷീണത്തിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റാണ് UDF പോർമുഖത്തേക്കിറങ്ങിയത്. 2016 നേമത്ത് അക്കൗണ്ട് തുറക്കുകയും അടുത്ത തവണ അത് പൂട്ടിപ്പോവുകയും ചെയ്തതിന്റെ നിരാശയിലല്ല BJP ഉള്ളത്. ഒരു MPയും തലസ്ഥാന കോർപ്പറേഷൻ ഭരണവും സ്വന്തമാക്കിയതിന്റെ ശൗര്യത്തിലാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്ന അഭിപ്രായ സർവേകളാണ് പുറത്തുവന്നത്. CPM BJP ഡീൽ ആരോപണം ഉയർത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പ്രചരണത്തിന്റെ അജണ്ട സെറ്റ് ചെയ്തത്. അതിൽ പിടികൊടുക്കാതെ മാറി ഒതുങ്ങിപ്പോകാനുള്ള കൗശലം തുടക്കത്തിൽ LDF കാണിച്ചെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി തന്നെ മറുപടിയുമായി രംഗത്തെത്തി. SDPI വെൽഫെയർ പാർട്ടി ബന്ധമായിരുന്നു അടുത്ത വിവാദം. SDPIയെ തള്ളിപ്പറയാതെ ഇടതു നേതാക്കൾ ദിവസങ്ങളോളം ഉരുണ്ടുകളിച്ചു. ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനായി. അതെല്ലാം വാർത്തയിൽ നിറഞ്ഞു. ചെറ്റത്തരം, വീട്ടിൽ പോയി ചോദിക്ക, ഏറ്റവും ഒടുവിൽ ഡാഷ്മോൻ പ്രയോഗങ്ങൾ വരെ പ്രചരണത്തെ ചൂടുപിടിപ്പിച്ചു. വയനാട് ഫണ്ട് വിവാദം ഉയർത്തിയാണ് LDF കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. പിരിവെടുത്ത പണത്തിനെക്കുറിച്ചും വീട് നിർമ്മാണം തുടങ്ങാത്തതും മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു. കോൺഗ്രസ് കണക്ക് പുറത്തുവിട്ടെങ്കിലും പുലിവാൽ ഒഴിഞ്ഞില്ല. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും അഭിമന്യുവിനെ കൊലപ്പെടുത്തിയവരുമായുള്ള രാഷ്ട്രീയ ചങ്ങാത്തവുമാണ് കോൺഗ്രസ് തിരിച്ചു പ്രയോഗിച്ചത്. മുഖ്യമന്ത്രിയെ സംവാദത്തിന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചത് സംവാദം ഫേസ്ബുക്കിൽ മതിയെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഒഴിഞ്ഞത്. പേരാമ്പ്രയിലെ വർഗീയ പരാമർശം, BJP നേതാക്കളുടെ ലവ് ജിഹാദ് ഓർമ്മപ്പെടുത്തൽ തുടങ്ങിയവയും ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. വോട്ടെടുപ്പ് നടക്കുന്ന വ്യാഴാഴ്ച സംസ്ഥാനത്ത് ശമ്പളത്തോടു കൂടിയ അവധി. വോട്ടെടുപ്പ് പ്രമാണിച്ച് ലേബർ കമ്മീഷണറുടേതാണ് ഉത്തരവ്. IT, നിർമ്മാണ മേഖല, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായ വ്യാഴാഴ്ച എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ശമ്പളത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിട്ടു. IT, പ്ലാന്റേഷൻ, നിർമ്മാണ മേഖലകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾക്കും ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. വോട്ട് രേഖപ്പെടുത്തുന്നതിനായി നൽകുന്ന ഈ അവധിയുടെ പേരിൽ തൊഴിലാളികളുടെ വേതനം വെട്ടിക്കുറക്കാൻ പാടില്ലെന്നും ജോലി ചെയ്യുന്ന മണ്ഡലത്തിന് പുറത്ത് വോട്ടുള്ള ദിവസവേതന കരാർ തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഒഴിവാക്കാനാവാത്ത ജോലി ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക അനുമതി നൽകണമെന്നും ലേബർ കമ്മീഷണറേറ്റ് തൊഴിലുടമകൾക്ക് കർശന നിർദ്ദേശം നൽകി. തലശ്ശേരി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് സാധന സാമഗ്രികളുടെ വിതരണം ബ്രണ്ണൻ കോളേജിൽ നടന്നു. രാവിലെ 8 മണി മുതൽ വിതരണം തുടങ്ങിയിരുന്നു. തലശ്ശേരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സാധന സാമഗ്രികളുടെ വിതരണം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ക്യാമ്പസിൽ നടന്നു. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച വിതരണ പ്രക്രിയ മണിക്കൂറുകളോളം നീണ്ടു. മണ്ഡലത്തിലെ 189 പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായ വോട്ടിംഗ് മെഷീനുകൾ, വോട്ടർ സ്ലിപ്പുകൾ, രജിസ്റ്ററുകൾ, സീലിംഗ് സാമഗ്രികൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക ഉപകരണങ്ങളാണ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. ഓരോ ബൂത്തിലേക്കും ആവശ്യമായ എല്ലാ സാമഗ്രികളും മുട്ടുസൂചി ഉൾപ്പെടെ കൃത്യമായി ലഭ്യമാക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തിയതായി അധികാരികൾ അറിയിച്ചു. വിതരണ പ്രവർത്തനങ്ങൾക്ക് തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹിയും
അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തഹസിൽദാർ ഇ രഞ്ജിത്തും നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, സുരക്ഷാ വിഭാഗം എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരമാവധി സുതാര്യവും ക്രമവൽക്കരിക്കുന്ന രീതിയിൽ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് മുൻകൂട്ടി സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയത്. എല്ലാ ബൂത്തുകളിലേക്കും സാമഗ്രികൾ സമയബന്ധിതമായി എത്തിക്കുന്നതിന് പ്രത്യേക വാഹന സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വിതരണത്തിന് ശേഷം ഉദ്യോഗസ്ഥർ തങ്ങളുടേതായ ബൂത്തുകളിലേക്ക് പുറപ്പെട്ടു. മഞ്ഞോടിക്കടുത്ത് കുട്ടിമാക്കുൽ ജംഗ്ഷനിൽ ലോറി ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനമുണ്ടായി. ലോഡുമായി പാനൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന KL 58 AA 3022 നാഷണൽ പെർമിറ്റ് ലോറിയാണ് വഴിയിൽ കുടുങ്ങിയത്. ഒടുവിൽ ക്രെയിൻ എത്തിച്ചാണ് ലോറി ജംഗ്ഷനിൽ നിന്നും നീക്കിയത്. ഇതിനിടെ തലശ്ശേരി ഭാഗത്തേക്ക് പോകാനായി എത്തിയ കാറിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തിയുണ്ടാക്കി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:45ഓടെയാണ് പാനൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി സാങ്കേതിക തകരാറിനെ തുടർന്ന് കുട്ടിമാക്കുൽ ജംഗ്ഷനിൽ നിർത്തേണ്ടി വന്നത്. ലോറിയുടെ സെൻസർ തകരാറിലായതിനാൽ വാഹനം ഒരു തരത്തിലും മുന്നോട്ട് നീക്കാൻ കഴിയാതെ റോഡിൻ്റെ നടുവിൽ തന്നെ നിർത്തിയ നിലയിലായി. ഇതോടെ റോഡിൻ്റെ ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിച്ചത്. ഇതിനിടെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ നിരയായി കുടുങ്ങി. പ്രദേശത്ത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചതോടെ നാട്ടുകാരും സമീപത്തെ ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഗതാഗത നിയന്ത്രണത്തിന് രംഗത്തെത്തി. വാഹനങ്ങൾ ക്രമമായി കടത്തിവിടുന്നതിനായി അവർ നടത്തിയ ഇടപെടൽ ഗതാഗതക്കുരുക്കിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിച്ചു. സംഭവത്തെ തുടർന്ന് ഏകദേശം 1.5 മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ഇതിനിടെ തലശ്ശേരി ഭാഗത്തേക്ക് പോകാനായി എത്തിയ കാറിൽ നിന്നും പുക ഉയർന്നത് ആശങ്കയുണ്ടാക്കി. കുട്ടികൾ അടക്കമുള്ള യാത്രക്കാരെ കാറിൽ നിന്നിറക്കി ഉടൻ മാറ്റുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ തന്നെ അപകടം ഒഴിവാക്കി. പിന്നീട് ക്രെയിൻ എത്തിച്ച് തകരാറിലായ ലോറി സുരക്ഷിതമായി മാറ്റിയതോടെയാണ് ഗതാഗതം സാധാരണ നിലയിലായത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA ഇംഗ്ലീഷ്, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്,
AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ സുധാകരൻ MPയുടെ വിശ്വസ്തനും ന്യൂനപക്ഷ കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റുമായ KR അബ്ദുൽ ഖാദർ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കൃത്യമായിട്ട് അത് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കത്തിൽ വ്യാജമല്ലാന്ന് നിങ്ങൾ കണ്ടല്ലേ. സുധാകരന്റെ വാക്ക് നമ്മളെ ഫൈനൽ വാക്ക്. ഇപ്പൊ പത്രസമ്മേളനം വിളിച്ച് തൽക്കാലത്തേക്ക് അവിടുന്ന് ഇനി പത്രസമ്മേളനം നടത്തരുതെന്ന് എൻ്റെ അടുത്ത് സുധാകരൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് പിന്മാറിയതാ. അപ്പോഴാണ് മാർട്ടിൻ ജോർജ് ചോദിക്കുന്നത് കോൺഗ്രസ് അല്ലാത്ത ആളെങ്ങനെയാ. മാർട്ടിൻ ജോർജും 2-3 ആളാണ് ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിനെ തീരുമാനിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് മാർട്ടിൻ ജോർജ് DCC പ്രസിഡന്റ് ഒന്നും എൻ്റെ കാര്യമില്ലല്ലോ. കോൺഗ്രസ് ഞാനാ തീരുമാനിക്കേണ്ടത്. പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കാനും നമ്മൾ പുറത്തു പോകില്ല. സംഘടനാ സംവിധാനം കോൺഗ്രസിന് എവിടെയാ സംഘടനാ സംവിധാനങ്ങൾ? ഇന്ന് അങ്ങനെയാണ് TK കോയിന്നമ്മ അങ്ങനെ ഇത്ര ഒറ്റ രാത്രി കൊണ്ട് സ്ഥാനാർത്ഥിയായത് കോൺഗ്രസിൽ. അതിന് 2-3 ആൾ തീരുമാനിക്കുന്നത് ഇതുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താന്നല്ല, സണ്ണി ജോസഫോട് ജയിക്കൂല. എന്തിന് വിരോധം? സണ്ണി ജോസഫ് ഒരിക്കലും ഇല്ല. സണ്ണി ജോസഫിന് ഇപ്പൊ അടുത്ത് പോലും സണ്ണി ജോസഫ് എന്നോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ടുണ്ട്. സുധാകരേട്ടനെ ചതിച്ചതാന്ന് പ്രശ്നമുള്ളൂ. അല്ലാണ്ട് സജി സണ്ണി ജോസഫിന് ഏത് പരാതി ഞങ്ങൾക്കുണ്ട്? ഞങ്ങൾ സുധാകരേട്ടന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിൽ നിന്നത്. സുധാകരേട്ടനെ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് നഷ്ടമല്ലേ? സുധാകരേട്ടനെ കണ്ടിട്ട് നമ്മൾ മുദ്രാവാക്യം വിളിച്ചത്. സുധാകരേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കേസ് ജയിലിൽ എല്ലാം നടത്തിയത് സുധാകരേട്ടന് വേണ്ടിയിട്ടാ. പിണറായി വെണ്ടുട്ടായിലെ അദ്വിക വി നന്ദ്യത്തിന് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്. സംസ്ഥാനതല ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി എന്ന നേട്ടത്തിനാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. 2023 തൃശ്ശൂരിൽ നടന്ന കേരള സ്റ്റേറ്റ് അണ്ടർ-7 ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ 7ാം റാങ്ക് നേടി സംസ്ഥാനതലത്തിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ 5 വയസ്സായിരുന്നു പ്രായം. നിരവധി ജില്ലാ സംസ്ഥാനതല ചെസ് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. പിണറായി വെണ്ടുട്ടായിലെ വിജേഷ് ദൃശ്യ ദമ്പതികളുടെ മകളാണ്. കിഴക്കുംഭാഗം ജൂനിയർ ബേസിക് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ കൂറ്റൻ ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. 100 കിലോഗ്രാമിന് മുകളിൽ തൂക്കമുള്ള ഡോൾഫിനാണ് കരയ്ക്കടിഞ്ഞത്. ലൈഫ് ഗാർഡ് ചീഫായ ചാൾസൺ ഏഴിമലയും സംഘത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 4 പേർ ചേർന്നാണ് വടം ഉപയോഗിച്ച് കരക്കടിപ്പിച്ചത്. തുടർന്ന് വെറ്റിനറി അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. പ്രായാധിക്യമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. ജഡം നിയമ നടപടികൾക്ക് ശേഷം കുഴിയെടുത്ത് പയ്യാമ്പലം കടൽ തീരത്ത് തന്നെ സംസ്കരിക്കും. കടലിൽ അനുഭവപ്പെടുന്ന കൊടും താപനില വൻ മത്സ്യജീവികളായ തിമിംഗലം, സ്രാവ്, ഡോൾഫിൻ തുടങ്ങിയവ ചത്ത് കരയ്ക്കഴിയാൻ കാരണമാകുന്നുണ്ടെന്ന് വിദഗ്ധർ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi.
The biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാനൂർ കൈവേലിക്കൽ പ്രദേശത്തെ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ 2 കാട്ടുപോത്തുകളെയും വിജയകരമായി കാട്ടിലേക്ക് തിരിച്ചു കയറ്റി. നാട്ടുകാരുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഏകോപിതമായ ഇടപെടലിലൂടെയാണ് മണിക്കൂറുകളോളം നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം കാട്ടുപോത്തുകളെ സുരക്ഷിതമായി കാടുകയറ്റാൻ സാധിച്ചത്. കൈവേലിക്കൽ പ്രദേശത്ത് 2 കാട്ടുപോത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാരപ്പീടിക പരിസരമാണുള്ളത്. നാട്ടുകാർ ജാഗ്രത പാലിക്കുക. ബുധനാഴ്ച രാവിലെയോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തുകൾ നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. കാട്ടുപോത്തുകളുടെ സാന്നിധ്യം കാരണം നിരവധി പേർ വീടുകളിൽ തന്നെ കഴിയേണ്ടി വന്നു. എന്നാൽ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ സഹായത്തോടെയും വനം വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടലിലൂടെയും കാട്ടുപോത്തുകളെ യാതൊരു അപകടവും കൂടാതെ കാട്ടിലേക്ക് തിരിച്ചു നയിക്കാൻ കഴിഞ്ഞത് ആശ്വാസകരമായി. ഇതോടെ മണിക്കൂറുകൾ നീണ്ട ഭീതിയും ആശങ്കയും ഒഴിഞ്ഞു. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് വീണ്ടും സാധാരണ ജീവിതം പുനരാരംഭിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത തുടരണമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ലോക ആരോഗ്യ ദിനം കൊണ്ടാടി. ഇതോടനുബന്ധിച്ച് യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ മുഖ്യപ്രഭാഷണം നടത്തി. ലോക ആരോഗ്യ ദിനമായിട്ട് WHO ആഘോഷിക്കുന്ന ദിനമാണ്. ടുഗദർ വിത്ത് ഹെൽത്ത്, ടുഗദർ വിത്ത് സയൻസ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ തീം. അതായത് നമ്മൾ ശാസ്ത്രത്തിനൊപ്പം ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ തീമിൻ്റെ ഉദ്ദേശം. അതായത് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് വളരെ പൗരാണികമായിട്ടുള്ള ശാസ്ത്രമാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ശാസ്ത്രവും കൂടിയാണ്. ആരോഗ്യം രോഗത്തെ ഓടിക്കുക അല്ലെങ്കിൽ രോഗത്തെ തുരത്തുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ആയുഷ് കർമ്മ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK അനുപമ, ഡോക്ടർ ശ്രദ്ധ, IK ജിഷ,
കക്കോത്ത് പ്രഭാകരൻ, കെ ദൃശ്യ, സജിത രാജീവൻ, കെ അർജുൻ, ആര്യ അനിരുദ്ധൻ, മല്ലിക മാധവൻ, ജിംഷമോൾ, മറ്റ് ആശാ വർക്കർമാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. തലശ്ശേരി ശ്രീ മാരിയമ്മൻ ബാലസുബ്രഹ്മണ്യ നവഗ്രഹ അഷ്ടലക്ഷ്മി കോവിൽ കരക മഹോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 13 വരെ വിവിധ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കും. ഏപ്രിൽ 13 വരെ വിവിധ പൂജാ ചടങ്ങുകൾ കരകമഹോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മഹാഗണപതി ഹോമം, അഭിഷേകം, അലങ്കാര പൂജകൾ തുടങ്ങിയവ നടക്കും. നിരവധി ഭക്തജനങ്ങളാണ് കരകമഹോത്സവത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രാങ്കണത്തിൽ എത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം വ്യാഴാഴ്ച ജനഹിതം രേഖപ്പെടുത്തും. വോട്ടെടുപ്പ് നടക്കുന്നത് ആഴ്ചകൾ നീണ്ട പ്രചരണ കോലാഹലങ്ങൾക്കൊടുവിൽ നിശബ്ദ പ്രചരണവും പിന്നിട്ട്. വോട്ടെടുപ്പ് നടക്കുന്ന വ്യാഴാഴ്ച സംസ്ഥാനത്ത് ശമ്പളത്തോടുകൂടി അവധി പ്രഖ്യാപിച്ച് ലേബർ കമ്മീഷണർ. ഉത്തരവ് IT, നിർമ്മാണ മേഖല, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ബാധകം. മഞ്ഞോടിക്കടുത്ത് കുട്ടിമക്കുൾ ജംഗ്ഷനിൽ ലോറി ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ലോറി ജംഗ്ഷനിൽ നിന്നും നീക്കിയത് ക്രെയിൻ എത്തിച്ച്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ സുധാകരൻ MPയുടെ വിശ്വസ്തനും ന്യൂനപക്ഷ കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റുമായ KR അബ്ദുൽ ഖദർ. കെ സുധാകരനെ ഇല്ലാതാക്കാൻ സണ്ണി ജോസഫ് ശ്രമിച്ചെന്നും ആരോപണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.